നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാക്കുകൾ വഴിവിട്ട് പുലിവാലാകുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ എന്ന ചോദ്യവുമായി ഇന്ന് ന്യൂസ് വാച്ച് ആരംഭിക്കുന്നു. ഭൂരിപക്ഷത്തിന്റെ മനക്കോട്ടകളിൽ അഭിരമിക്കുന്ന നേതാക്കളെയും ഒന്നും കൂസാതെ സ്വന്തം പണി നോക്കുന്നവരെയും ന്യൂസ് വാച്ച് കണ്ടെത്തുന്നു. ഒപ്പം കാവ്യയുടെ കണ്ടകശനിയും തിരിച്ചറിയുന്നു. ഇനിയും പഠിച്ചു തീരാതെ എൻഡോസൾഫാനിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന കേന്ദ്ര നീക്കവും ഇന്ന് അന്വേഷിക്കുന്നു. വിഎസിന്റെ വാക്കും അംഗവിക്ഷേപങ്ങളുമെല്ലാം മിമിക്രിക്കാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും കൗതുകമാണ്. അത് പക്ഷേ പലപ്പോഴും പരിധി വിട്ട് പുലിവാലാകുന്നുവെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായി. എതിർ സ്ഥാനാർത്ഥിയെ പ്രശസ്തയാക്കിയതും മറ്റൊരാളെ അമുൽ ബേബിയാക്കിയതും തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദമായി. വിഎസിന്റെ വാചക ശരങ്ങളിൽ മുറിവേറ്റവർ മുഖ്യമന്ത്രിക്ക് നിലവാരമില്ലെന്ന നിലപാടിലാണ്. അച്യുതാനന്ദൻ വളരെ നിലവാരം കുറഞ്ഞ രീതിയിലാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പദത്തിന് ചേർന്ന വർത്തമാനമല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ മറുപടി പറയുന്നില്ല. വിഎസ് നടത്തുന്ന പ്രസ്താവനകൾ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ലെന്ന കാര്യത്തിൽ പ്രതിരോധ മന്ത്രി എ കെ ആന്റണിക്കും സംശയമില്ല. അദ്ദേഹം പുറപ്പെടുവിക്കുന്ന പല പ്രസ്താവനകളും കേരള മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായിക്കൂടാത്തതാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരു അഡൽട്സ് ഓൺലി സിനിമയെ പോലെയാണെന്ന് കണ്ടെത്തിയത് മറ്റൊരു കേന്ദ്രമന്ത്രി വയലാർജിയാണ്. ഒരു അഡൽട്സ് ഓൺലി സിനിമ പോലെയുള്ള ആണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എന്നുള്ളത് ഖേദകരമാണ്. ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല എന്നാണ് എന്റെ അഭിപ്രായം. കണ്ണു തെറ്റിയാൽ ഐസ്ക്രീം നുണയുന്നവർക്കിടയിൽ വിഎസ് മറ്റെന്തു പറയാൻ? ഈ വയസ്സുകാലത്ത് വിഎസിനെ സംശയിക്കാൻ ടി കെ ഹംസയ്ക്ക് മനസ്സു വരുന്നില്ല. കോൺഗ്രസുകാരെ മുഴുവൻ വിവരം അച്യുതാനന്ദൻ എടുത്തിട്ടുണ്ടോ? അതും പെണ്ണുങ്ങളെ വിവരം അച്യുതാനന്ദൻ എങ്ങനെ കിട്ടിയാൽ? അയാൾക്ക് കുഞ്ഞാലി കുട്ടിയാണല്ലോ. അതുകൊണ്ട് ആ വിവരം അയാൾക്കില്ല. അതേ അയാൾ പറഞ്ഞിട്ടുള്ളൂ. ഈ 90 വയസ്സായ അച്യുതാനന്ദൻ എന്ത് വിചാരിക്കാനാണ്? 87 വയസ്സ് കഴിഞ്ഞ് അച്യുതാനന്ദൻ എന്ത് വിചാരിക്കാനെന്ന്? അപ്പൊ ഇവർക്ക് എന്താ പറയാ, കൂടെ ഉള്ളവന്റെ ആ പരിചയം മാത്രമേ കയ്യിലുള്ളൂ. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അതിലേക്കാണ് കണക്കൂട്ടുന്നത്. അനുഭവങ്ങൾ എന്തായാലും വാവിട്ട വാക്ക് തിരിച്ചെടുക്കാനാവില്ലെന്നും ചാനലുകൾ നാഴികയ്ക്ക് 40 വട്ടം അത് കാണിച്ച് കഥകൾ ഉണ്ടാക്കുമെന്നും വി എസ് സഖാവ് ഓർക്കണം. പണ്ട് മിമിക്രിക്കാരെ മാത്രം പേടിച്ചാൽ മതി. ഇപ്പോഴാകട്ടെ 10 മടങ്ങ് വിഷമുള്ള ചാനൽ ജീവികൾ കടിച്ചു കുടയുമ്പോൾ പാതിയെങ്കിലും നാട്ടുകാർ വിശ്വസിക്കും. അത് മറക്കരുത്. ഒരു പച്ച മനുഷ്യന്റെ നാട്ടുഭാഷയായി ഇതൊക്കെ കാണുന്നവരുണ്ടാകാം. സാക്ഷര കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ ഭാഷ മതിയോ എന്ന് 13-ന് പെട്ടി പൊട്ടിക്കുമ്പോൾ വ്യക്തമാകും. എന്തായാലും വി എസ് വെറും മിമിക്രിക്കാരനാവുന്നത് നല്ലതല്ലെന്ന് ന്യൂസ് വാച്ചിന്റെ വിനീതമായ ഓർമ്മപ്പെടുത്തും.